ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1.25 കപ്പ് മൈദയാണ്. അതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇടഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലൊരു പെയിൽ കളറായി കിട്ടുന്നത് വരെയും നമ്മളത് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലപോലെ പഞ്ചസാരയൊക്കെ അതിലേക്ക് യോജിക്കും. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കുന്നത്. 2 മുട്ട വേണം. ആദ്യം 1 ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തതും കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പാലും അതേപോലെ തന്നെ നേരത്തെ നമ്മൾ തരിച്ചു വെച്ചിട്ടുള്ള പൊടിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടകലർത്തിയിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കുറേശ്ശെയായിട്ട് പാലും കൂടെ ചേർത്ത് ഒരു പാകത്തിന് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ ആവുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം ഇതുപോലെ ഒറ്റ കളറേ ഉള്ളൂ, വൈറ്റ് കളർ മാത്രം. പക്ഷേ മാർബിൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. മാർബിൾ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 കളർ മിക്സ് ചെയ്ത് വരണ്ടേ. അപ്പോൾ ആദ്യം ഈ ബാറ്റർ നമ്മൾ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്ററിനെ 2 ബൗളിലേക്ക് മാറ്റുക. ഹാഫായിട്ടോ എങ്ങനെ വെച്ചാൽ എടുക്കുക. എന്നിട്ട് ഒരു ഹാഫിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1.25 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ 2 കളർ റെഡി. ഇനി നമുക്കിത് എങ്ങനെയാണ് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ കുറച്ച് ഭാഗം, അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ഭാഗത്ത് നമ്മൾ വൈറ്റ് ബാറ്റർ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ ഡാർക്കായിട്ടുള്ള ബാറ്ററും വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ സെയിം ചെയ്യുക. അതായത് ഇങ്ങനെ ഇടകലർത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിൽ ബാറ്റർ വെക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ വൈറ്റ് എവിടെയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഡാർക്ക് വയ്ക്കുക, ഡാർക്കിൻ്റെ മുകളിൽ വൈറ്റും വയ്ക്കുക. കണ്ടില്ലേ, ഡാർക്കിൻ്റെ മുകളിൽ വൈറ്റും വൈറ്റിൻ്റെ മുകളിൽ ഡാർക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു മാർബിൾ ഇഫക്റ്റ് അതിന് കിട്ടും. ഇതേ രീതിയിൽ മൊത്തത്തിലുള്ള ബാറ്ററും നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഒരു സ്ക്യൂവർ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഡിസൈൻ വരും. അപ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ. ആദ്യം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഒന്നൊന്ന് ടാപ്പ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒരു ഡിസൈൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഡിസൈൻ അതിൽ വരും. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ്. ഒരു 45 to 50 മിനിറ്റ്സ് എന്തായാലും എടുക്കും. ഓരോ ഓവനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ കുത്തി നോക്കിയാൽ മതി. ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ബേക്കായി എന്ന് മനസ്സിലാക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു സാധനമാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും. കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.